السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്ത് കേവലം വെറും വാക്കുകളിൽ പരിമിതപ്പെടാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിലുള്ള ഉദ്ദേശ്യമല്ല. ആത്മാവിന്റെ വിശുദ്ധീകരണവും പരിഷ്കരണവും അനിവാര്യമാണ്. ഇതിനുവേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നത്. ജമാഅത്തിൽ കർമ്മപരമായ പരിവർത്തനം ഉണ്ടാവണം എന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അവിടുന്ന് കേവലം വെറും വാക്കുകളിൽ പരിമിതപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങരുത്. എവിടെയാണോ തങ്ങളുടെ പ്രയോജനം കാണുന്നത് അവിടെ തങ്ങളുടെ വാക്ക് മാറ്റി പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. തങ്ങളുടെ സ്വഭാവത്തിന്റെ നിലവാരത്തെ നിലനിർത്താൻ സാധിക്കാതെ വരരുത്. മറിച്ച് വിശ്വാസവും അള്ളാഹുവിന്റെ വാക്കുകൾ അനുസരിച്ചുള്ള പ്രവർത്തനവും തങ്ങളുടെ ആത്മാവിന്റെ പരിഷ്കരണവും അതിനെ എല്ലായ്പ്പോഴും ശുദ്ധമാക്കി വെക്കുന്നതും തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക. ഇതുണ്ടാകുമ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ബൈഅത്തിൽ ഉൾപ്പെട്ടതിന്റെ കടം നിറവേറ്റപ്പെടുക. ഈ ഉദ്ദേശത്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ അള്ളാഹു അയച്ചത്. ഒരു അഹ്മദി ഓർക്കേണ്ടതാണ്, അദ്ദേഹത്തിന്റെ ബൈഅത്തിന്റെ കടമ നിറവേറ്റുന്നതിനായി അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് നോക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. എപ്പോഴും നാം ഇത് ഓർക്കേണ്ടതാണ്, അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ ഖുതുബയിലും ഞാൻ പറഞ്ഞിരുന്നു, അള്ളാഹു പറയുന്നു, നിങ്ങൾ ദുആ സ്വീകാര്യതയുടെ ദൃശ്യം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ യസ്തജൂബൂലി എന്നതനുസരിച്ച് പ്രവർത്തിക്കുക. അതായത് എന്റെ കൽപ്പനകളെ സ്വീകരിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് നാം നമ്മുടെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കലാണ്. തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി കഴിച്ചുകൂട്ടലാണ്. റമളാന്റെ ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ നാം അള്ളാഹുവിന്റെ കൽപ്പനകളെ എത്രത്തോളം തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നുണ്ട് എന്ന കാര്യം നാം പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. ഇതല്ല എങ്കിൽ നമ്മുടേത് കേവലം നാവുകൊണ്ടുള്ള വാദം മാത്രമായിരിക്കും.
അതായത് നാം അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുന്നു എന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അനേകം കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഈ കൽപ്പനകളെ എപ്പോഴും നാം മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. നഫ്സിന്റെ പരിഷ്കരണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാകുന്നതിനു വേണ്ടി. ഇപ്പോൾ അള്ളാഹു നൽകിയ കൽപ്പനകളിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. ഇത് നമ്മുടെ നഫ്സിന്റെ വിശുദ്ധീകരണത്തിൽ പങ്കുവഹിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. പരമകാരുണ്യകന്റെ യഥാർത്ഥ ദാസർ അവരാണ്. അവർ ഭൂമിയിൽ എളിമയോടുകൂടി നടക്കുന്നു, വിനയത്തോടെ നല്ല നിലയിൽ ചലിക്കുന്നു, അഹങ്കാരം കാണിക്കുകയില്ല. അജ്ഞരായ ആളുകൾ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവർ കലഹിക്കുകയില്ല, മറിച്ച് പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമാധാനത്തിനായി ദുആ ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആത്മീയവും സ്വഭാവപരവുമായ ആ മഹത്തായ വിപ്ലവത്തിന്റെ അധ്യാപനങ്ങളുടെ ചിത്രം വരച്ചു കാണിക്കുന്നു. അങ്ങേ വിശ്വസിച്ചവർ, അവിടുത്തെ സഹാബാക്കൾ തങ്ങളിൽ ഇത് ഉണ്ടാക്കിയെടുത്തു. ആ കാലഘട്ടത്തിൽ ലോകം അന്ധകാരത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. ശൈത്താന്റെ മുഷ്ടികളിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. അഹങ്കാരവും സ്വയേഷ്ടവും അഹംഭാവവും കുഴപ്പവും അക്രമവും ലോകത്തെ നാശത്തിന്റെ പടുകുഴിയിൽ വലിച്ചെറിഞ്ഞിരുന്നു. ആ കാലത്ത് മനുഷ്യന് ഉന്നത സ്വഭാവത്തിന്റെയും വിനയത്തിന്റെയും എളിമയുടെയും അധ്യാപനങ്ങൾ മാത്രമല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്, മറിച്ച് ഈ ആയത്തിന്റെ കർമ്മപരമായ രൂപമായി തീരുന്ന മനുഷ്യർ ഉണ്ടായി. ഇന്നും ലോകത്തിന്റേത് ഇതേ അവസ്ഥ തന്നെയാണ്. ഈ കാലഘട്ടത്തിലും അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ അയച്ചുകൊണ്ട് അത്തരത്തിലുള്ള റഹ്മാന്റെ ദാസന്മാരുടെ ജമാഅത്ത് രൂപീകരിക്കുന്നതിനു വേണ്ടി നിയോഗിച്ചയച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജമാഅത്തിനോട് കൂട്ടിച്ചേർത്ത് പറയുന്ന ഓരോ വ്യക്തിയും ഈ നിലവാരത്തെ തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇബ്ദുർ റഹ്മാനെ കുറിച്ച് അള്ളാഹു ആയത്തിൽ പറഞ്ഞതുപോലെ യംശൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിൽ പതുക്കെ നല്ല നിലയിൽ വിനയത്തോടെ അഹങ്കാരമില്ലാതെ നടക്കുന്നവരാണ്. ഒരു യഥാർത്ഥ റഹ്മാന്റെ ദാസന് ഈ കാര്യം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവനിൽ വിനയവും വഖാറും ഉണ്ടായിരിക്കണം, അഹങ്കാരത്തിൽ നിന്ന് പരിശുദ്ധമായിരിക്കണം. അത്തരം അവസ്ഥ ഉണ്ടാകുമ്പോൾ അത്തരം ആളുകൾ സമൂഹത്തിൽ സ്നേഹം പരത്തുന്നവരും സമൂഹത്തിന്റെ സമാധാനത്തിന് ജാമ്യവുമായി തീരുന്നു. അവരുടെ എളിമയും വിനയവും ജാഹിലീങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങളിലും കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമത്തിലും അവരോടുള്ള മറുപടി സലാമൻ എന്നായിരിക്കും. നീ ഞങ്ങളോട് കുഴപ്പമുണ്ടാക്കുകയും കലഹിക്കുകയുമാണ്, എന്നാൽ ഞങ്ങൾ നിന്നോട് കലഹിക്കുന്നതിനു പകരം നിനക്ക് വേണ്ടി ശാന്തിക്കും സമാധാനത്തിനുമായി ദുആ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഭരണവും ശക്തിയും കയ്യിലുണ്ടാകുമ്പോൾ മനുഷ്യൻ അത്തരം രീതി അവലംബിക്കുമ്പോൾ അത് മനുഷ്യനെ യഥാർത്ഥ ദാസനാക്കുന്ന ഒരു ഉന്നത സ്വഭാവമായി മാറുന്നു. അതായത് ഈ സ്വഭാവം മനുഷ്യൻ
റഹ്മാന്റെ ദാസനാകുന്നതിനു വേണ്ടി പ്രകടിപ്പിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടി പ്രകടമാക്കുമ്പോൾ, അത്തരം ദാസർ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായിത്തീരുന്നു. അത്തരം ആളുകളുടെ ദുആ തന്നെയാണ് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, അവരുടെ നഫ്സിന്റെ വിശുദ്ധീകരണം നടക്കുന്നു എന്ന് പറഞ്ഞ ആളുകളുടെ ഗണത്തിൽ ഇത്തരം ആളുകൾ ഉൾപ്പെട്ടവരായിത്തീരുന്നു. അവർ വിശുദ്ധാത്മാക്കളായി അള്ളാഹുവിന്റെ പ്രീതിയെ കരസ്ഥമാക്കുന്നവരായിത്തീരുന്നു. അള്ളാഹുവിന്റെ ഭരണം ഈ ലോകത്ത് സ്ഥാപിക്കുന്നവരിൽ ഉൾപ്പെട്ടവരായിത്തീരുന്നു. അള്ളാഹു ലോകത്ത് സ്നേഹവും സാഹോദര്യവും വിനയവും വ്യാപിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു. എല്ലാവിധത്തിലുള്ള നന്മയും ലോകത്ത് വ്യാപിക്കണം. എല്ലാ തിന്മകളും അവസാനിക്കണം. ശൈത്താന്റെ കൈകളിൽ നിന്ന് മനുഷ്യന് മോക്ഷം ലഭിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ചരിച്ചുകൊണ്ട് ഈ ലോകത്തെയും മനുഷ്യൻ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്വർഗത്തിന്റെയും പൂങ്കാവനമാക്കി മാറ്റണം. ഈ ഉദ്ദേശത്തിനു വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ ലോകത്ത് അയക്കുന്നത്. ഏറ്റവും ഉപരിയായി ഈ അധ്യാപനവുമായി നമ്മുടെ നേതാവും യജമാനരുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടിയാണ് വന്നത്. ലോകത്തിന് യഥാർത്ഥത്തിൽ റഹ്മാന്റെ ദാസരായിത്തീരുന്നതിനുള്ള മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്നതിനു വേണ്ടി, ലോകത്ത് വസിക്കുന്ന മനുഷ്യർക്ക് ഇത് പറഞ്ഞുകൊടുക്കുന്നതിനു വേണ്ടി, സ്ഥായിയായ സ്വർഗത്തിന്റെ ഗ്രാഹ്യം മനസ്സിലാക്കണമെങ്കിൽ, അത് നേടണമെങ്കിൽ ആദ്യം തങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് വാർത്തെടുത്ത് ഈ ലോകത്തെയും സ്വർഗമാക്കി തീർക്കുക. അള്ളാഹു ഫദ്ഖുലി ഫി ഇബാദി ഫദ്ഖുലി ഫി ജന്നത്തി എന്ന് പറഞ്ഞ അവന്റെ ദാസരിൽ ഉൾപ്പെടുന്നതിനായി പരിശ്രമിക്കുക. അതായത്, വരൂ എന്റെ ദാസരിൽ വന്നു ചേരൂ, വരൂ എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കൂ. റമലാൻ ഏതൊന്നിലാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും എന്നും നരക കവാടങ്ങൾ അടക്കപ്പെടും എന്നും അള്ളാഹു ദാസർക്ക് സമീപസ്ഥമാകും എന്നും സന്തോഷവാർത്ത നൽകുന്നത്. അള്ളാഹു എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തുമുണ്ട്. അള്ളാഹു താഴത്തെ ആകാശത്ത് വരും എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം സൽക്കർമ്മങ്ങൾക്ക് വർദ്ധിച്ച തോതിൽ പ്രതിഫലം നൽകും എന്നതാണ്. ദുആകളെ സ്വീകരിക്കും എന്നാണ്. വിശ്വാസത്തിന്റെ വാദം ഉന്നയിക്കുന്ന ഓരോരുത്തരും, ഓരോ അഹ്മദിയും, അതായത് യഥാർത്ഥ മുസ്ലിമിന് ആരാണോ റഹ്മാന്റെ ദാസരായിത്തീരുന്നതിനു വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനിൽ ബൈഅത്ത് ചെയ്തിരിക്കുന്നത്, അവർ തങ്ങളെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ട്, വിനയം കാണിച്ചുകൊണ്ട്, അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട്, തങ്ങളുടെ സമൂഹത്തിലും തങ്ങളുടെ വീട്ടിലും തങ്ങളുടെ അന്തരീക്ഷത്തിലും കലഹവും കുഴപ്പവും അവസാനിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് സമാധാനവും ശാന്തിയും വ്യാപിപ്പിക്കേണ്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് തന്റെ മാതൃക നമ്മുടെ മുമ്പിൽ നിലനാട്ടുകയുണ്ടായി. വിവിധ അവസരങ്ങളിൽ ഉപദേശിക്കുകയും ചെയ്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു, ഒരാളും ഒരാളുടെ മേലും അഹങ്കരിക്കാത്ത വിധം വിനയം കൈക്കൊള്ളുക. ഈ നിലവാരം അളക്കുന്നതിനായി പുറമേ നിന്നുള്ള ഏതെങ്കിലും ഉപകരണമോ മാർഗമോ ഇല്ല. ഓരോ വ്യക്തിയും അഥവാ അയാൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വാദം ഉണ്ട് എങ്കിൽ തന്റെ കണക്കെടുപ്പ് സ്വയം നടത്തേണ്ടതാണ്. അയാൾക്കാണ് താൻ അഹങ്കാരത്തിൽ നിന്ന് പൂർണമായും ശുദ്ധനാണ് എന്ന് പറയാൻ സാധിക്കുക. നമുക്ക് നാം ഏതെങ്കിലും ഉന്നത കുടുംബത്തിലാണ് എന്ന കാര്യത്തിൽ അഹങ്കാരമുണ്ടോ? നമുക്ക് നമ്മുടെ സാമ്പത്തിക അവസ്ഥ മറ്റുള്ളവരെക്കാൾ നല്ലതാണ് എന്നതിൽ അഹങ്കാരമുണ്ടോ? നമുക്ക് നമ്മുടെ മക്കൾ വിദ്യാസമ്പന്നരാണ് എന്ന കാര്യത്തിൽ അഹങ്കാരം ഉണ്ടോ? നമുക്ക് നമ്മുടെ വൈജ്ഞാനിക കഴിവിൽ അഹങ്കാരം ഉണ്ടോ? നമുക്ക് നമ്മുടെ ഏതെങ്കിലും നന്മയിൽ അഹങ്കാരം ഉണ്ടോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അറബിക്കും അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല.
അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ ശ്രേഷ്ഠതയില്ല. ഇതൊന്നും ശ്രേഷ്ഠതയുടെ സ്ഥാനങ്ങളല്ല. യഥാർത്ഥ അടിസ്ഥാനം തഖ്വയാണ്. ആരിലാണോ തഖ്വയുള്ളത് അവരുടെ ഉള്ളിൽ ഒരിക്കലും ഒരുവിധത്തിലുള്ള അഹങ്കാരവും വരിക തന്നെയില്ല. ചില സമയത്ത് അറിവിലുള്ള അഹങ്കാരം ഇത്രയധികം വർദ്ധിക്കുന്നു, മനുഷ്യൻ പിന്നീട് ദീനിൽ നിന്നും ദൂരപ്പെട്ടു പോകുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന്റെ പാരമ്യത എന്തായിരുന്നു എന്ന് നോക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് അവിടുന്ന് അനസയ്യദുൽ ഉൽദ് ആദം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, അതായത് ഞാൻ മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ്, ഇത് നമ്മുടെ യജമാനർക്ക് മാത്രം ലഭിച്ചൊരു മഹത്വമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരൗന്നിത്യം കരസ്ഥമാക്കിയതിനു ശേഷം നമ്മുടെ യജമാനൻ മറ്റൊരു ഉന്നതിയുടെ ഔന്നിത്യത്തെ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനം ഈ വാക്കുകളിൽ നടത്തുന്നു: വലാ ഫഖർ, എന്നാൽ എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു അഹങ്കാരവുമില്ല. സമൂഹത്തിലെ കുഴപ്പം ഇല്ലാതാക്കുന്നതിനായി, സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനായി അവിടുത്തെ മഹത്തായ മാതൃകയുടെ മറ്റൊരു ഉദാഹരണം നൽകാം. ഒരിക്കൽ ഒരു യഹൂദി ഹദ്റത്ത് മൂസയുടെ മഹത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ മുസൽമാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണ് ഏറ്റവും ഉയർന്നത്. അപ്പോൾ ആ യഹൂദി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുന്നു, ഇത് മുഖേന എന്റെ ഹൃദയം വേദനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവ് പറഞ്ഞു, എനിക്ക് മൂസയേക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കരുത്. ഇതാണ് സമൂഹത്തിലെ സമാധാനം സ്ഥാപിതമാകുന്ന ആ മഹത്തായ മാതൃക. ഇതാണ് ഈ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും രഞ്ജിപ്പിന്റെയും ചക്രവർത്തിയുടെ മേൽ അദ്ദേഹം കാരണം ലോകത്തിന്റെ സമാധാനം നശിക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയും. ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അക്രമത്തിന്റെയും മൃഗീയതയുടെയും പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും ഉള്ള മാതൃകയാണ്. എന്നാൽ നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നവർ ഇപ്പോൾ ഈ കർമ്മഭൂമിയിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണങ്ങളെ റദ്ദ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം നമ്മളിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ നമ്മുടെ വാദം യഥാർത്ഥ മുസ്ലിങ്ങളാണ് എന്നതാണ് എങ്കിൽ ആ യഥാർത്ഥ അധ്യാപനങ്ങളുടെ മാതൃകയായി തീരാനും നാം ശ്രമിക്കേണ്ടതാണ്. ഏതൊന്നാണോ വിശ്വസിക്കുന്നതായി നാം വാദിക്കുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതായി തീരുന്നതോടൊപ്പം ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളെ പ്രചരിക്കുന്നവരായി നാം മാറിക്കൊണ്ട് ലോകത്തിന്റെ മാർഗദർശകരുമായി തീരും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ചുകൊണ്ടൊരിക്കൽ പറഞ്ഞു, അള്ളാഹു പറയുന്നു, ആരാണോ എനിക്ക് വേണ്ടി ഈ വിധത്തിൽ വിനയം കൈക്കൊള്ളുന്നത്, ഇത് പറഞ്ഞുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈപ്പടത്തെ നിലത്തുവച്ചു, അവനെ ഞാൻ ഇത്രമാത്രം ഉയർത്തും. അള്ളാഹു പറയുന്നു, ഞാൻ ഇത്രമാത്രം ഉയർത്തും. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തന്റെ കൈപ്പടത്തെ വളരെയധികം ഉയർത്തി. ആരാണോ അള്ളാഹുവിനു വേണ്ടി വിനയം കാണിക്കുകയും ആരാണോ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി അഹങ്കാരത്തെ വെറുക്കുകയും ചെയ്യുന്നത്, ആരാണോ അള്ളാഹുവിനു വേണ്ടി സമൂഹത്തിൽ നിന്ന് വെറുപ്പിന്റെ വിത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്നതിനു വേണ്ടി അയാൾക്ക് അള്ളാഹു മനുഷ്യന്റെ ചിന്തക്കും ഊഹത്തിനും ഉപരിയായ ഔന്നിത്യം നൽകുന്നു. ഈ ദിവസങ്ങൾ അള്ളാഹു നമ്മുടെ പരിഷ്കരണത്തിനു വേണ്ടി നമുക്ക് ഒരുക്കിയതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നാം നമ്മെ പരിശോധനാ വിധേയമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. തങ്ങളുടെ വീടുകളിലെ കലഹങ്ങളെ അള്ളാഹുവിനു വേണ്ടി അവസാനിപ്പിച്ചുകൊണ്ട് സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം ഓരോ അഹമ്മദിയും ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. തങ്ങളുടെ സഹോദരങ്ങളോടുള്ള കലഹം അവസാനിപ്പിച്ചുകൊണ്ട്
അതിന്റെ അടിസ്ഥാനം കൂടുതലും അഹങ്കാരവും അഹംഭാവവുമായിരിക്കും. സമൂഹത്തിൽ സമാധാനം വ്യാപിപ്പിക്കാൻ എല്ലാ അഹമ്മദികളും ശ്രമിക്കേണ്ടതാണ്. എതിരാളികളുടെ വാക്കുകളിൽ സഹനം കാണിച്ചുകൊണ്ട് അവരുടെ ഹിദായത്തിനു വേണ്ടി ദുആ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ലോകത്തിലെ കുഴപ്പം തന്നെ ഇല്ലാതായിത്തീരുന്നതിനു വേണ്ടി നാം ലോകത്ത് സമാധാനവും ശാന്തിയും സ്നേഹവും സ്ഥാപിക്കേണ്ടതിന്റെ കാര്യങ്ങൾ ഒരുപാട് പറയുന്നു. എന്നാൽ നാം സ്വയം ഈ പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴാണ് യാഥാർത്ഥ്യം മുന്നിൽ വരുന്നത്. അള്ളാഹുവിനു വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന സമാധാനവും സ്നേഹവും സ്ഥാപിക്കാനായി പരിശ്രമിക്കുക. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ ജമാഅത്തിനെ ഉപദേശിക്കുന്നു, അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുക. കാരണം അഹങ്കാരം നമ്മുടെ പ്രതാപവാനായ അള്ളാഹുവിന്റെ പക്കൽ അങ്ങേയറ്റം അനിഷ്ടകരമാണ്. ഏതൊരാളാണോ തന്റെ സഹോദരന്റെ വാക്കുകൾ വിനയത്തോടുകൂടി കേൾക്കാൻ ആഗ്രഹിക്കാതിരിക്കുകയും മുഖം തിരിക്കുകയും ചെയ്യുന്നത്, അയാളും അഹങ്കാരത്തിൽ നിന്ന് അംശം സ്വീകരിച്ചു. ഒരു ഭാഗവും നിങ്ങളിൽ അഹങ്കാരത്തിന്റേതായി തീരാതിരിക്കാനായി പരിശ്രമിക്കുക. നശിക്കാതിരിക്കുന്നതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബാദികളോടൊപ്പം മോക്ഷപ്രാപ്തരായി തീരാൻ അള്ളാഹുവിലേക്ക് കുനിയുക. ലോകത്ത് മനുഷ്യന് ആരോടെങ്കിലും എത്രത്തോളം സ്നേഹം സാധ്യമാണോ അത്രത്തോളം നിങ്ങൾ അവനെ സ്നേഹിക്കുക, അതായത് അള്ളാഹുവിനെ സ്നേഹിക്കുക. എത്രത്തോളം ലോകത്ത് മനുഷ്യന് സ്നേഹിക്കാൻ സാധിക്കുമോ, സ്നേഹം സാധ്യമാണോ അവനെ സ്നേഹിക്കുക. എത്രത്തോളം ലോകത്ത് മനുഷ്യന് ആരെയെങ്കിലും ഭയക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനെ ഭയക്കുക. പരിശുദ്ധ ഹൃദയരായിത്തീരുക, പരിശുദ്ധ ഉദ്ദേശം ഉള്ളവരായിത്തീരുക, ദരിദ്രരും നിരാലംബരും കുഴപ്പമുണ്ടാക്കാത്തവരുമായി തീരുക. നിങ്ങളിൽ കരുണ ചൊരിയപ്പെടുന്നതിനു വേണ്ടി ഈ ഒരവസ്ഥയാണ് നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ ഒരു പരിശ്രമത്തോടുകൂടി തങ്ങളുടെ എല്ലാവിധത്തിലുള്ള അഹങ്കാരവും അവസാനിപ്പിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. സമാധാനം വ്യാപിപ്പിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അതിനുവേണ്ടി ദുആയിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഏതൊരാളാണോ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വിനയത്തോടുകൂടി വീഴുന്നത്, അയാളെ നഷ്ടപ്പെട്ടവനും നിരാശനുമായി തീർക്കുകയും നിന്ദ്യമായ മരണം നൽകുകയും ചെയ്യുക എന്നത് ഒരിക്കലും അള്ളാഹുവിന്റെ രീതിയല്ല. ഏതൊരാളാണോ അവനിലേക്ക് വരുന്നത്, അയാൾ ഒരിക്കലും പാഴായി പോവുകയില്ല. ലോകം ഉണ്ടായ കാലം മുതൽ ഇന്നാൾക്ക് അള്ളാഹുമായി യഥാർത്ഥത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു, എന്നാൽ പിന്നീട് അയാൾ പരാജിതനായി തീർന്നു എന്നതിന് ഒരു ഉദാഹരണവും ലഭിക്കുകയില്ല. ഈ യഥാർത്ഥത്തിലുള്ള ബന്ധം ഒരു നിർബന്ധ നിബന്ധനയായി വെച്ചിരിക്കുന്നു. അള്ളാഹുദാസരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ അവരുടെ ശരീരേച്ഛാപരമായ ആഗ്രഹങ്ങൾ അവന്റെ മുമ്പിൽ സമർപ്പിക്കരുത് എന്നാണ്. വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, അതായത് എന്തെങ്കിലും ലക്ഷ്യവും നേടണം എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ സന്നിഹിതനായി ഹാജരായി അങ്ങനെ ആയിരിക്കരുത്, മറിച്ച് ഋജുമാനസരായിക്കൊണ്ട് അവനിലേക്ക് കുനിയേണ്ടതാണ്. ശരീരേച്ഛാപരമായ ആഗ്രഹങ്ങൾ സമർപ്പിക്കരുത്, മറിച്ച് പൂർണ്ണമായും അവനിലേക്ക് കുനിയുക. ആരാണോ ഈ വിധത്തിൽ കുനിയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അയാൾക്ക് പുറത്തു വരുന്നതിനുള്ള മാർഗം സ്വയം ഉണ്ടായിത്തീരുന്നു. ഏതുപോലെ അവൻ സ്വയം പറയുന്നു, മയ്യത്തഖുല്ലാഹ് യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇവിടെ റിസ്ക് കൊണ്ടുള്ള ഉദ്ദേശം കേവലം അപ്പം മാത്രമല്ല, മറിച്ച് അഭിമാനം, അറിവ് മുതലായ മനുഷ്യനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. അള്ളാഹുവുമായി ഒരു കണിക അളവോളം ബന്ധം സ്ഥാപിക്കുന്നവൻ ഒരിക്കലും പാഴായി പോവുകയില്ല. പിന്നീട് അവിടുന്ന് പറയുന്നു, മനുഷ്യൻ ഒരു നിസ്സാര സൃഷ്ടിയാണ്. തന്റെ അസ്തിത്വം മോശം കർമ്മം കാരണം വലുതായി മനസ്സിലാക്കുന്നു. അഹങ്കാരവും അവനിൽ ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതുവരെ മനുഷ്യൻ തന്നെ സ്വയം ഏറ്റവും ചെറുതായി മനസ്സിലാക്കുന്നില്ലയോ രക്ഷപ്പെടാൻ സാധ്യമല്ല. അവിടുന്ന് പറയുന്നു, കബീർ സത്യമാണ് പറഞ്ഞത്, ഭലാ ഹുവാ ഹം നീച്ച് ബയെ ഹർക്കോ കിയാ സലാം ജോ ഹോത്തെ ഘർ ഊഞ്ചെ കെ കഹാ മിൽത്തെ ഭഗവാൻ. അതായത്, അള്ളാഹുവിന് നന്ദി, ഞാൻ ചെറിയ വീട്ടിൽ ജനിച്ചു, അഥവാ ഉയർന്ന വീട്ടിലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല. ജനങ്ങൾ തങ്ങളുടെ ഉയർന്ന ജാതിയിൽ അഹങ്കരിച്ചിരുന്നപ്പോൾ കബീർ തന്റെ ചെറിയ ജാതിയിൽ ചിന്തിച്ച് നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. മനുഷ്യൻ എപ്പോഴും
തന്നെ സ്വയം താൻ എത്രമാത്രം ഒന്നുമല്ലാത്തവനാണ് എന്ന കാര്യം നോക്കേണ്ടതാണ്. എന്റെ അസ്തിത്വം എന്താണ് എന്ന് ഓരോരുത്തരും അവർ എത്ര തന്നെ ഉന്നത കുലജാതരാണെങ്കിലും അവർ തങ്ങളെ സ്വയം നോക്കുകയാണെങ്കിൽ, കണ്ണുകൾ ഉണ്ട് എങ്കിൽ കേവലം തങ്ങളെ മുഴുവൻ പ്രപഞ്ചത്തിലും ഒന്നിനും കൊള്ളാത്തവരായി മനസ്സിലാക്കും. കണ്ണുകൾ ഉണ്ടാകണം എന്നതാണ് നിബന്ധന. തങ്ങളുടെ അകം പരിശോധിക്കണം എന്നതാണ് നിബന്ധന. തങ്ങളെ തിരിച്ചറിയണം എന്നതാണ് നിബന്ധന. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് ഒരു അഹങ്കാരവും ഉണ്ടാവുകയില്ല. പറയുന്നു, മനുഷ്യൻ ഏതുവരെ ഒരു നിരാലംബയും ദരിദ്രയുമായ വൃദ്ധയോട് ഒരു ഉന്നത കുലജാതന പ്രഭാവശാലിയായ മനുഷ്യനോട് കാണിക്കും വിധം ഉന്നത സ്വഭാവം കാണിക്കുന്നില്ലയോ, ഏതുവരെ എല്ലാവിധത്തിലുള്ള അഹങ്കാരത്തിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും തന്നെ രക്ഷിക്കുന്നില്ലയോ, അതുവരെ അയാൾ ഒരിക്കലും അള്ളാഹുവിന്റെ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ഒരു നിലവാരമാണ് നാം സ്വായത്തമാക്കുന്നതിനായി പരിശ്രമിക്കേണ്ടത്. ലോകത്ത് അള്ളാഹുവിന്റെ ഭരണം അവന്റെ ദീനിനെ പ്രചരിപ്പിച്ചുകൊണ്ട് സ്ഥാപിക്കും എന്നതാണ് നമ്മുടെ വാദം. അഥവാ ഈ വാദം ശരിയാണ് എങ്കിൽ നാം നമ്മുടെ അവസ്ഥകളും നാം സ്വയം ആദ്യം അള്ളാഹുവിന്റെ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുന്ന വിധം ആക്കി തീർക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ വിധത്തിലുള്ള അഹങ്കാരം ഉണ്ട് എങ്കിൽ, തങ്ങളുടെ അവസ്ഥകളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ തങ്ങളെ വലിയവരായി മനസ്സിലാക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, അയാൾ ഒരിക്കലും അള്ളാഹുവിന്റെ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ പരിവർത്തനം ഉണ്ടാക്കുന്നതിനും ദുആ സ്വീകാര്യതയുടെയും ദിവസങ്ങളായി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ കാര്യത്തിലാണോ അഹങ്കാരമുള്ളത്, അല്ലെങ്കിൽ ഏത് കാര്യമാണോ നമ്മെ നമ്മുടെ വിനയവും എളിമയും ഉയർത്താൻ തടസ്സമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊരു കാര്യമാണോ നമ്മുടെ ചുറ്റുപാടിൽ നാം കാരണം അസ്വസ്ഥതയും കുഴപ്പത്തിനും കാരണമായി തീരുന്നത്, അത് നാം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കുനിഞ്ഞുകൊണ്ട് അവനോട് സഹായം ചോദിച്ചുകൊണ്ട് ദൂരീകരിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. കാരണം നമ്മുടെ അസ്തിത്വം എല്ലായിടത്തും സമാധാനം വ്യാപിപ്പിക്കുന്ന അസ്തിത്വമായി തീരുന്നതിനും അസ്വസ്ഥതയുടെയും കുഴപ്പത്തിന്റെയും മാർഗമാകാതിരിക്കുന്നതിനും വേണ്ടി അള്ളാഹു ഉത്തരവാദിത്വ നിർവഹണത്തെക്കുറിച്ചും സമാധാനം വ്യാപിപ്പിക്കുന്നതിന്റെ വിശാലതയെക്കുറിച്ചും അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയും മറ്റൊരു സ്ഥലത്ത് ഈ വാക്കുകളിലൂടെ കൽപ്പന നൽകുന്നു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന വബിസിൽ ഖുർബ വൽ യതാമ വൽ മസാകീനി വൽ ജാരി സിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് ഐമാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, മറ്റൊന്നിനെയും അവന്റെ കൂടെ പങ്കുചേർക്കരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. അടുത്ത ബന്ധുക്കൾ, അനാഥർ, അഗതികൾ, അടുത്ത ബന്ധുവായ അയൽവാസി, അന്യനായ അയൽവാസി, തൊട്ടടുത്തുള്ള കൂട്ടുകാരൻ, യാത്രക്കാരൻ, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളവർ എന്നിവർക്കും നിങ്ങൾ നന്മ ചെയ്യുക. അഹംഭാവിയും പൊങ്ങച്ചക്കാരനുമായവനെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ ഇബാദത്തിനെ കുറിച്ചും ഷിർക്കിൽ നിന്ന് തടഞ്ഞതിനും ശേഷം ചില കടമകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. റമദാൻ ആരാധനകളിലേക്ക് ശ്രദ്ധിപ്പിക്കുന്ന മാസമാകുന്നതോടൊപ്പം സമൂഹത്തോടുള്ള കടമകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന മാസം കൂടിയാണ്. ഈ മാസത്തിൽ ഈ കടമകളുടെ നിർവഹണവും ഒരു വിശ്വാസിയുടെ നിർബന്ധ കടമയാണ്. ഈ ദിവസങ്ങളിൽ ഒരു ശീലമായി തീർന്നാൽ യഥാർത്ഥത്തിൽ ഈ കടമകൾ മനുഷ്യൻ എപ്പോഴും ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ മാസത്തിൽ നമുക്ക് ശീലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ കടമ നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ കേവലം ഇബാദത്തുകൾ
വിശ്വാസിയെ റമദാന്റെ ഉദ്ദേശമായ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നവരാക്കി തീർക്കുകയില്ല. ഒന്നാമത്തെ ലക്ഷ്യം ഇതാണ്: നാം ഉണ്ടാക്കിയെടുക്കുന്ന പരിശുദ്ധ പരിവർത്തനം അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾ അത് ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റിയെടുക്കുക. കടമ നിറവേറ്റുന്നതിലേക്ക് നാം ശ്രദ്ധിക്കുകയും പിന്നീട് അത് ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിനായി ദരിദ്രരുടെയും നിരാലംബരുടെയും സഹായത്തിനായി ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തന്റെ കൈകൾ ഇത്രമാത്രം തുറക്കാറുണ്ടായിരുന്നു. റിവായത്തിൽ വരുന്നു, അങ്ങയുടെ ദാനശീലം ശക്തമായ കൊടുങ്കാറ്റിനേക്കാൾ കൂടുതലാകാറുണ്ടായിരുന്നു. സാധാരണ അവസ്ഥയിലും അങ്ങയുടെ ദാനധർമ്മത്തിന്റെ നിലവാരം ഇത്രമാത്രം ഉന്നതമായിരുന്നു, മറ്റൊരാൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല. പിന്നീട് റമദാനിൽ ഈ അവസ്ഥയെക്കുറിച്ച് ഉദാഹരിക്കാൻ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഉദാഹരണം നൽകി. ഇതിനേക്കാൾ നല്ല മറ്റൊരു ഉദാഹരണം സാധ്യമല്ല. ഏതായിരുന്നാലും ഇത് ആവശ്യക്കാരുടെ ആവശ്യം പൂർത്തിയാക്കലാണ്. അതിന്റെ ഏറ്റവും ഉന്നതമായ മാതൃക അവിടുന്ന് നിലനാട്ടി. ഇത് സാമ്പത്തിക സഹായത്തിന്റെ രൂപത്തിലാണ്. ഇതുകൂടാതെ അവരുടെ വികാരങ്ങളെ മാനിക്കൽ, അവരുടെ വിചാരങ്ങളെ പരിഗണിക്കൽ, അവരുടെ മറ്റ് ആവശ്യങ്ങൾ പൂർത്തിയാക്കൽ, ഇതെല്ലാം അതോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് വിശ്വാസികളെയും ഉപദേശിക്കുകയുണ്ടായി, ഈ ഭാഗത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അള്ളാഹുവിന്റെയും കൽപ്പനയാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കൽപ്പനകൾ മുഴുവൻ വർഷത്തേക്കും വേണ്ടിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ റമദാനിൽ നന്മയിലേക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടതാണ്. അത് സ്ഥിരമായ നന്മ പ്രവർത്തിക്കാനുള്ള മാർഗമായി തീരുന്നു. ഈ ആയത്തിൽ അള്ളാഹു മനുഷ്യന്റെ ജനനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമായ ഇബാദത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചതിനു ശേഷം ഇബാദത്ത് അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുന്നവനാക്കി തീർക്കുന്നതോടൊപ്പം ഒരു യഥാർത്ഥ ആബിദിനെ, റഹ്മാന്റെ ദാസനെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധ തിരിപ്പിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാകേണ്ടതാണ്. അഥവാ ഈ രണ്ട് വിധത്തിലുള്ള കടമകളും നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള വ്യക്തി മുഅ്മിനല്ല, മറിച്ച് അഹങ്കാരികളും പൊങ്ങച്ചക്കാരുമായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവനായിത്തീരുന്നു. അള്ളാഹു എല്ലാ ആബിദിൽ നിന്നും ആ ഉന്നത സ്വഭാവ ഗുണമാണ് പ്രതീക്ഷിക്കുകയും അതിന്റെ കൽപ്പനയുമാണ് നൽകുന്നത്. അത് വിനയാന്വിതനായി ഒരു വിശ്വാസി നിറവേറ്റേണ്ടതാണ്. ഈ ഉത്തരവാദിത്വ നിർവഹണം ഒരു വലിപ്പത്തരമാണ് എന്ന് മനസ്സിലാക്കരുത്. ഉത്തരവാദിത്വ നിർവഹണം വലിപ്പത്തരമല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ നിർബന്ധ കടമയാണ്. ഈ ഉത്തരവാദിത്വ നിർവഹണത്തിലൂടെയാണ് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ആയത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ ഈ ഉത്തരവാദിത്വങ്ങളിൽ മാതാപിതാക്കളോടുള്ള കടമകളുണ്ട്, ബന്ധുക്കളോടുള്ള കടമകളുണ്ട്, അനാഥരോടുള്ള കടമകളുണ്ട്, അഗതികളോടുള്ള കടമകളുണ്ട്, അയൽവാസികളായ ബന്ധുക്കളോടുള്ള കടമകളുണ്ട്, ബന്ധുക്കളല്ലാത്ത അയൽവാസികളോടുള്ള കടമകളുണ്ട്, വിവിധ അവസരങ്ങളിൽ ഒപ്പം ഉണ്ടാകാറുള്ള സുഹൃത്തുക്കളോടുള്ള ഉത്തരവാദിത്വമുണ്ട്, യാത്രക്കാരോടുള്ള കടമകളുണ്ട്, നമ്മുടെ കീഴിലുള്ളവരോട്, അവർ നമ്മെ ആശ്രയിക്കുന്നവരാണ്, അവരോടുള്ള കടമകളുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരൊറ്റ ആയത്തിൽ മുഴുവൻ മനുഷ്യ സമൂഹത്തെ പരിഗണിക്കാനും അവരുടെ അവകാശങ്ങൾ നിറവേറ്റുന്ന കാര്യത്തെ വലയം ചെയ്തുകൊണ്ട് അത് നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധ തിരിപ്പിച്ചിരിക്കുന്നു എന്നല്ല കൽപ്പന നൽകിയിരിക്കുന്നു. മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിലും കൽപ്പനകളുണ്ട്. മാതാപിതാക്കളെ സേവിക്കൽ, അവരെ പരിപാലിക്കൽ മക്കളുടെ നിർബന്ധ കടമയാണ്. ഇത് ഒരു വിധത്തിലുള്ള ഔദാര്യവുമല്ല. ബന്ധുക്കളോടുള്ള കടമകളുണ്ട്. ഈ കാര്യത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം
തങ്ങളുടെ ബന്ധുക്കളോടുള്ള കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഭാര്യ ഭർത്തൃ കുടുംബങ്ങളോടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങളുടെ രക്തബന്ധുക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് എങ്കിൽ വീടുകളിലെ ഒരുപാട് കലഹങ്ങൾ ഇല്ലാതായിത്തീരുന്നതായിരിക്കും, സ്നേഹത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുന്നതായിരിക്കും. ഏതെല്ലാം വീടുകളിലാണോ ഇത്തരത്തിലുള്ള സ്വാരസ്യങ്ങൾ ഉള്ളത്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതാണ്. ദുശാഠ്യവും അഹങ്കാരവും കാണിക്കുന്നതിന് പകരം തങ്ങളുടെ വീടുകളെ രക്ഷപ്പെടുത്തുന്നതിനായി ശ്രമിക്കേണ്ടതാണ്. അതുപോലെ യതീമുകളുടെ ആവശ്യപൂർത്തീകരണവും ഒരു സുപ്രധാന കടമയാണ്. അവരെ സമൂഹത്തിന്റെ പ്രയോജനപ്രദമായ ഭാഗമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അവരോടുള്ള കടമകൾ നിറവേറ്റുന്നതിനെ കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു. പറഞ്ഞു, ഞാനും യതീമിനെ പരിപാലിക്കുന്ന ആളും സ്വർഗത്തിൽ 2 വിരലുകൾ അടുത്തിരിക്കുന്നത് പോലെ സമീപസ്ഥമായിരിക്കും. അതായത് ഞങ്ങൾ വളരെ അധികം അടുത്തായിരിക്കും. ഈ പ്രാധാന്യത്തെ ജമാഅത്ത് അംഗങ്ങൾ എപ്പോഴും തങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. യതീമീങ്ങളുടെ ആവശ്യപൂർത്തീകരണത്തിനായി ചിലവഴിക്കേണ്ടതാണ്. ജമാഅത്തി തലത്തിലും അതിനുള്ള സംവിധാനം ഉണ്ട്. പിന്നീട് ആവശ്യക്കാരുടെയും അഗതികളുടെയും അവകാശങ്ങളാണ്. അതിൽ വിദ്യാഭ്യാസത്തിനുള്ള ചിലവുകളുണ്ട്, ചികിത്സക്കുള്ള ചിലവുകളുണ്ട്, വിവാഹത്തിനുള്ള ചിലവുകളുണ്ട്. ജമാഅത്തിൽ ഈ ചിലവുകളെല്ലാം പൂർത്തിയാക്കുന്നതിനായി വ്യത്യസ്ത ഫണ്ടുകളും നിലനിൽക്കുന്നുണ്ട്. അതിലും കഴിവുള്ള തൗഫീഖുള്ള ആളുകൾ ജമാഅത്തി വ്യവസ്ഥിതി അനുസരിച്ച് ചിലവഴിക്കേണ്ടതാണ്. പിന്നീട് അള്ളാഹു പറയുന്നു, അയൽവാസികളായ അടുത്ത ബന്ധുക്കളോടുള്ള കടമകൾ നിറവേറ്റുക. ഇതിൽ അടുത്ത ബന്ധുക്കളായ അയൽവാസികളും ഉൾപ്പെടുന്നു, അടുപ്പമുള്ളവരും നല്ല സുഹൃത്ത് ബന്ധമുള്ളവരും ഉൾപ്പെടുന്നു. പിന്നീട് പറഞ്ഞു, നിങ്ങൾ നല്ല പോലെ അറിയാത്ത അയൽവാസികളെയും പരിഗണിക്കുക. ഇതിൽ നമ്മുടെ അടുത്ത അയൽവാസികളല്ലാത്ത ദൂരത്തിലുള്ള അയൽവാസികളും ഉൾപ്പെടുന്നു. നിങ്ങളുമായി നല്ല ബന്ധത്തിലല്ലാത്ത ആവശ്യക്കാരായ അയൽക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. ഈ മനോഹരമായ അധ്യാപനങ്ങളാണ് സ്നേഹത്തെ വ്യാപിപ്പിക്കുന്നതിന്, രഞ്ജിപ്പിന്റെയും സമാധാനത്തിനും അടിസ്ഥാനം കുറിക്കുന്നതിന്, ചുറ്റുപാടിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാക്കുന്നത്. പിന്നീട് സുഹൃത്തുക്കളോടും യാത്രക്കാരോടുമുള്ള കടമകൾ നിറവേറ്റാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഈ വാക്കുകളിലൂടെ ഭാര്യാഭർത്താക്കന്മാരോടുള്ള കടമകളെക്കുറിച്ചും പറഞ്ഞു. തങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞ് അതിനെ വിശാലമാക്കിയിരിക്കുന്നു. ഓഫീസറോടും കീഴിലുള്ളവരോടും ഉള്ള കടമകളും ഇത് വലയം ചെയ്തിരിക്കുന്നു. പിന്നീട് വമാ മലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിലക്കും കീഴിലുള്ളവരോടുള്ള കടമകളിലേക്കും ശ്രദ്ധിപ്പിച്ചു. ഈ എല്ലാ കടമകളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അഥവാ ഇത് നിറവേറ്റുന്നില്ല എങ്കിൽ നിങ്ങളിൽ അഹങ്കാരവും അഹംഭാവവും ഉണ്ട്. അത് അല്ലാഹുവിന് വളരെയധികം അനിഷ്ടകരമാണ്. ഇതാണ് ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാനും സ്വസ്ഥത ഉണ്ടാക്കുവാനും എല്ലാവിധത്തിൽപ്പെട്ടവരുടെയും അവകാശങ്ങൾ നിലനിർത്തുന്നതിനുള്ള ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദിവസങ്ങൾ അത് അല്ലാഹുവുമായി അടുപ്പിക്കുന്ന ദിവസങ്ങളാണ്. അല്ലാഹു സ്വയം ഈ ദിവസങ്ങൾ നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് അവനോടുള്ള കടമകളും ഇബാദത്തിന്റെ കടമകളും അവന്റെ ദാസരോടുള്ള കടമകളും നിറവേറ്റുന്നവരെ അനുഗ്രഹിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നാം വിനയം കൈക്കൊണ്ടുകൊണ്ട് ഈ എല്ലാവിധത്തിലുള്ള കടമകളും നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ റമദാന്റെ പ്രത്യേക അന്തരീക്ഷം കാരണത്താൽ അള്ളാഹുവിന്റെ ഇബാദത്തുകളിലുള്ള കടമ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധിപ്പിക്കുന്നു, മറ്റു നന്മകൾ ചെയ്യുന്നതിലേക്കും ശ്രദ്ധിപ്പിക്കുന്നു. ഇതിൽ നിന്ന് നാം കൂടുതലായി ഫലമെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അഥവാ നാം നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കപ്പെടുന്നതാക്കി തീർക്കണം എങ്കിൽ അള്ളാഹുവിന്റെ ദാസരോടുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആകാശത്തിൽ അള്ളാഹു നിങ്ങളിൽ തൃപ്തിപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരസ്പരം ഒരു വയറ്റിൽ നിന്നുള്ള 2 സഹോദരന്മാരെ പോലെ ആയിത്തീരുക. നിങ്ങളുടെ കീഴിലുള്ളവരോടും ഭാര്യമാരോടും തങ്ങളുടെ ദരിദ്രരായ സഹോദരന്മാരോടും കരുണ ചെയ്യുക. ആകാശത്തിൽ നിങ്ങളോട് കരുണ ചെയ്യപ്പെടുന്നതിനു വേണ്ടി
നിങ്ങൾ യഥാർത്ഥത്തിൽ അവന്റേതായിത്തീരുക, അവനും നിങ്ങളുടേതായിത്തീരുന്നതിനു വേണ്ടി. അവിടുന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഏതൊരാളാണോ തന്റെ ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അയാൾ നല്ല കാര്യം പ്രചരിപ്പിക്കുകയും സൃഷ്ടികൾക്ക് പ്രയോജനമെത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ ഇബാദത്തുകൾക്കൊപ്പം എല്ലാ ഹുക്കൂക്കുൽ ഇബാദും നിർവഹിക്കുന്നതിനുള്ള തൗഫീക്കും നൽകുമാറാകട്ടെ. അങ്ങനെ നാം യഥാർത്ഥ രീതിയിൽ കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദാസരായി തീരട്ടെ. അള്ളാഹുവിന്റെ സാമീപ്യം ഈ റമദാനിൽ മുമ്പത്തേക്കാൾ കൂടുതലായി നേടുന്നവരായി തീരട്ടെ. പിന്നീട് തങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കുന്നവരായി തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഒരു ജനാസ ബഹുമാനപ്പെട്ട ഉമർ അഹമ്മദ് സാഹിബ് മർഹൂം ദർവേഷ് കാല അഫ്ഗാൻ കാദിയാന്റെ ഭാര്യ ഹിദായത്ത് ബീബി സാഹിബയുടേതാണ്. അവർ 2015 ജൂൺ 15 കുറച്ചുകാലം രോഗിയായതിനു ശേഷം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ ദർവേശി കാലഘട്ടം വളരെ സഹനത്തോടും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടും കഴിച്ചുകൂട്ടി. നോമ്പും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന, തഹജ്ജുദ് നമസ്കരിക്കുന്ന, വിശുദ്ധ ഖുർആനെ വളരെയധികം സ്നേഹിക്കുന്ന, അതിഥി സൽക്കാര പ്രിയയായ, നന്മ നിറഞ്ഞ മുഖ്ലിസായ വനിതയായിരുന്നു. അവർക്ക് ഒരുപാട് കുട്ടികളെ വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടിയും അല്ലാതെയും പഠിപ്പിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. മർഹൂമ മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഒരു മകളും 2 ആൺമക്കളും ഉണ്ട്. അവരുടെ മൂത്ത മകൻ ജമാഅത്തിന്റെ സേവനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നു. 2ാമത്തെ മകൻ ജമാഅത്തിന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ മകൾ റബുവയിലാണ്. 2ാമത്തെ ജനാസ ഗായിബ് ബഹുമാനപ്പെട്ട മൗലവി മഹ്മൂദ് അഹമ്മദ് സാക്കിബ് സാഹിബ് വാഖ്ഫെ സിന്ദഗി മുൻ ജാമിയ അഹമ്മദിയ അധ്യാപകന്റേതാണ്. 2015 മെയ് 18 കുറച്ചുകാലം രോഗിയായതിനു ശേഷം 98ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഹദ്റത്ത് മൗലവി മുഹമ്മദ് അബ്ദുള്ള സാഹിബ് റളിയല്ലാഹു തആല അൻഹു സഹാബി ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ പേരക്കുട്ടിയും ഹദ്റത്ത് അക്കീം മുഹമ്മദ് അബ്ദുൽ അസീസ് സാഹിബ് സഹാബി ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ മകനും ആയിരുന്നു. മിഡിൽ വരെ തന്റെ സ്വന്തം ഗ്രാമമായ ഭേനി ജില്ല ഷേഖുപുരയിൽ വിദ്യാഭ്യാസം സ്വീകരിച്ചതിനു ശേഷം ഖാദിയാനിൽ പോയി ജാമിയ അഹമ്മദിയയിൽ നിന്ന് മൗലവി ഫാസിൽ ഫാസായി. 1939 ജീവിതം വഖഫ് ചെയ്തു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു മലിക് സൈഫുർ റഹ്മാൻ സാഹിബിനോടൊപ്പം അദ്ദേഹത്തെ ഡൽഹിയിലെ ഒരു പ്രസിദ്ധമായ മദ്രസയിൽ ഫിഖ്ഹും ഹദീസും പഠിപ്പിക്കുന്നതിന് ട്രെയിനിങ്ങിനായി അയച്ചു. അതിനുശേഷം ദേവബന്ദിലും ഷാരൺപൂറിലും ലാഹോറിലും ഹദീസിന്റെയും ഫിഖിന്റെയും വിജ്ഞാനം കരസ്ഥമാക്കി. പാർട്ടീഷന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ചുകാലം ഉമൂറെ ആമ ഓഫീസിലും വസ്തിയത്തിന്റെ ഓഫീസിലും സേവനത്തിന് അവസരം ലഭിച്ചു. പാകിസ്ഥാനിൽ ജാമിയ അഹമ്മദിയ സ്ഥാപിതമായപ്പോൾ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ അവിടെ അധ്യാപകനായി നിയമിച്ചു. അവിടെ 40 വർഷം അദ്ദേഹത്തിന് ഫിഖിന്റെയും ഹദീസിന്റെയും വിഷയങ്ങൾ പഠിപ്പിക്കാൻ തൗഫീഖ് ലഭിച്ചു. അദ്ദേഹം ഫിഖിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ബിദായത്തുൽ മുജ്തഹിദിന്റെ ഒരു ഭാഗത്തിന്റെ ഉറുദു തർജ്ജമ ചെയ്തു. അത് ഹിദായത്തുൽ മുഖ്തസിർ എന്ന പേരിൽ ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചു. ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ദാറുൽ ഖസ റബുൽ ഖാദിയായും 1 വർഷം നാസിം ദാറുൽ ഖസ ആയും സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. അദ്ദേഹം ദുആ ചെയ്യുന്ന വിനീതനായ ദീനി പ്രകൃതക്കാരനായ നല്ല മുഖ്ലിസായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാർക്ക് ലോകത്തിന്റെ കോണുകളിൽ വിവിധങ്ങളായ ഉന്നത സ്ഥാനങ്ങളിൽ ജമാഅത്തി സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 7 പെൺമക്കളും 4 ആൺമക്കളുമുണ്ട്. അള്ളാഹു ഈ 2 പേരുടെയും സ്ഥാനം ഉയർത്തുമാറാകട്ടെ. മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.